വെൽക്കം ബാക്ക്. ഇപ്പം ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ ഈ സ്ഥലത്ത് നിന്ന് മാറിപ്പോവാണ് ഗൈസ്. ഇവിടുന്നല്ല ഇവിടുന്നൊന്നും പറ്റുന്നില്ല. നമ്മളിവിടുന്ന് മാറിപ്പോവാണ്. ഇവിടെ ഒരു കേവ് കണ്ടായിരുന്നു ഗൈസ്. ഇന്നലെ ഇവിടെ ഒന്നുമില്ല, എന്നാലും കുറച്ച് സ്റ്റോൺ കളക്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. കുറച്ച് സ്റ്റോൺ കളക്ട് ചെയ്തിട്ട് നമുക്ക് പോവാം. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടെ കമൻറ്റും കൂടി ചെയ്യുക. ഞാൻ 10 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴത്തേക്കൊരു റെഡിങ് കോഡ് ഗീവ് ആയിട്ട് വരുന്നതായിരിക്കും. ഫ്രീ ഫയറിൻ്റെ റെഡിങ് കോഡ്. ഓക്കെ, അതിൻ്റെ ഒരു റെഡിങ് കോഡ് ഗീവ് ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കേസ് ഞാൻ ഇന്നൊരു എല്ലാം വീട് വെക്കാനാണ് എൻ്റെ പ്ലാൻ എന്ന് പറയുമ്പോഴത്തേക്കും. വലുതായിട്ടൊരു ഇതല്ല, നമുക്കൊരു ചെറിയൊരു അത്യാവശ്യമുള്ളൊരു വീട് നമ്മളിന്ന് കെട്ടും കൈസോ. അത് ഉറപ്പെന്ന് പറഞ്ഞാൽ ഉറപ്പ്. കുറച്ച് സ്റ്റോൺസ് ആവശ്യമാണ് നമുക്ക്. അത്യാവശ്യം സ്റ്റോൺ കിട്ടിയിട്ടുണ്ട്. സ്റ്റാക്കിൻ്റെ മേലെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഒരു സ്റ്റാക്ക് സ്റ്റോൺ നമ്മളിങ്ങനെ ഒപ്പിച്ചിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഇവിടെ സ്ഥലമാണ് ഗൈസ്. ഇവിടുന്ന് നമ്മൾ വലിയൊരു സ്ഥലം കണ്ടായിരുന്നില്ല. നമ്മൾ അവിടെ ഒരു വെള്ളം കണ്ടായിരുന്നല്ലോ, വെള്ളച്ചാട്ടം. അങ്ങോട്ടേക്ക് പോകും. എന്നിട്ട് അവിടെ പ്ലെയിൻസ് ഉണ്ടെങ്കിൽ അത് അവിടെ നിന്ന് നമുക്ക് താമസിക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഞാൻ ആ വെള്ളത്തിൻ്റെ അവിടെ പോയിട്ട് കളിക്കും ഗൈസ്. അതിൻ്റെ കോർഡിനേറ്റ് എനിക്കറിയണം. ഞാൻ അവിടെ സേവ് ആക്കാൻ വന്നു ഗൈസ്. കോർഡിനേറ്റ് ഞാൻ സേവ് ആക്കാൻ വന്നു. അപ്പം നമുക്കിനി നടന്നു കൊണ്ടുവരും ഗൈസ്. നടന്നു കൊണ്ടുവരും. നമുക്ക് ഇനി നമുക്ക് സെറ്റാക്കാം ഗൈസ്. നമുക്ക് സെറ്റാക്കി നമ്മളെല്ലാം പവറാക്കും. അവിടെ ഒരു ലാവ കാണുന്നുണ്ട് ഗൈസ്. ലാവ കണ്ട, ലാവ അവിടെയുണ്ട്. ഇച്ചിരി ഉള്ളു ഗൈസ്. ഒരു ബക്കറ്റിൻ്റെ ലാവേ ഉള്ളൂ. പക്ഷേ കാര്യമില്ല, ഒറ്റ ബക്കറ്റിൽ കൊണ്ട് നമ്മൾ എന്ത് കാണിക്കും? പറയൂ. ഒരു ബക്കറ്റ് കൊണ്ട് നമുക്ക് നെതർ പോർട്ടൽ പോയിട്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല ഗൈസ്. ഒരാവശ്യമില്ലാണ്ട് കൊണ്ടുപോകേണ്ടതുള്ളൂ. എവിടെ മുയലുണ്ട്? ഈ ബയോമിൽ ഞാൻ ആയിട്ട് മുയലുണ്ട്. അയ്യോ, എൻ്റെ പുറക്കാണെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ആ മുയലിൻ്റെ ഇരിക്കും ഉറപ്പാണ്. ഇങ്ങനത്തെയൊക്കെ മരമുണ്ട്. എന്തിനാണ് നമുക്ക് നേരെ പോയി നോക്കാം. അങ്ങോട്ടേക്ക് പോയി നോക്കാം. അപ്പം അങ്ങോട്ടേക്ക് എന്താ ഉള്ളതെന്ന് നോക്കിയിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ റിവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് ഈ വെള്ളത്തിൽ ഇറങ്ങാം. അതിന് മുമ്പ് നമുക്കൊരു ബോട്ട് ഉണ്ടാക്കണം. ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കുക. ഓക്കെ, ഒരു ബോട്ടിന് ഇത് വേണ്ടേ? ഷവല് വേണ്ടേ? ഒരു ഷവലുണ്ടാക്കി ഷവലും ഉണ്ടാക്കി നമ്മൾ ബോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മണ്ടേന്ന് എത്തിയാണ്. ഇതിൻ്റെ മണ്ടേന്ന് എത്തിയാണെങ്കിൽ ക്ലച്ച് ചെയ്ത് ക്ലച്ച് മൂഞ്ചി ക്ലച്ച് അൾട്രാ മൂഞ്ചില്ല. ക്ലച്ച് പറയുന്നു മൂഞ്ചിക്കോളെ. നമുക്ക് നേരെ ഇവിടെ ഒരു റിവറുണ്ട് ഗൈസ്. ഇതിനെ കൂടെ കിട്ടിക്കൊണ്ട് കയറാം. റിവറോ ഓടാൻ കിട്ടില്ല. റിവറില്ല ഇവിടെ ആക്കാൻ പറ്റിയ ബുറിച്ചൊക്കെ കിട്ടുന്നുണ്ട്. അടുത്താണ് ബുറിച്ച് കിട്ടുന്നത്. എനിക്ക് കുറച്ച് ബുറിച്ചിൻ്റെ ആവശ്യമുണ്ട്. ബുറിച്ച് വുഡ്സ്. എനിക്ക് കുറച്ച് ബുറിച്ച് വുഡ് വേണം.
അങ്ങനെ നമുക്ക് വീട് വെക്കാനൊക്കെ പറ്റുള്ളൂ. നമ്മൾ സ്ട്രിപ്പ് ചെയ്ത് നമുക്ക് നല്ല ഡിസൈനിലേക്ക് വീട് വെക്കാൻ പറ്റുള്ളൂ. ഇതുവരെയായിട്ട് കണ്ടുവരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗയ്സ്. ഇപ്പോഴത്തെ വെറൈറ്റി വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. ഷോർട്സ്, പോസ്റ്റ്, പലതരം വീഡിയോസ് ഇങ്ങനെ കൊണ്ടുവരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഞാൻ കാണുന്നു ഗയ്സ്. ഞാൻ കുറച്ച് ഊട്ടി കളക്ട് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഗയ്സ് ഞാൻ അത്യാവശ്യം ഊട്ടൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. 25 കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് മതിയോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് കുറച്ച് എത്ര മതിയായിരിക്കും ഗയ്സ്. ഇനി നമുക്ക് കിടന്നുറങ്ങാം. നമ്മുടെ 3ാമത്തെ ദിവസമാണ്. വീഡിയോ എടുക്കുന്നതിന് മുമ്പ് കിടന്നുറങ്ങിയായിരുന്നു. ഓക്കെ, ഞെക്കിക്കൊണ്ടിരിക്കാം ഗയ്സ്, പട്ടം ഞെക്കിക്കൊണ്ടിരിക്കാം. സോ ഇതെന്താ അസ്തമിക്കാത്ത ഗയ്സ്? അസ്തമിക്കുമായിരുന്നെങ്കിൽ നമുക്ക് കടന്നുറങ്ങാം. ഓക്കെ, സെറ്റ് ഗയ്സ്, സെറ്റ് ലൈക്ക് അടിക്കണം. ലൈക്ക് അടിച്ചിലേക്ക് 4 ലൈക്ക് ഈ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ്. ഓക്കെ, 4 ലൈക്കാണ്. മാക്സിമം അടിച്ചു പൊട്ടിക്കുക. ലൈക്ക് ടാർഗറ്റ് അങ്ങ് അടിച്ചു പൊട്ടിക്കുക. വീഡിയോ കുറച്ച് വീഡിയോ സ്ട്രിപ്പാകുമോയെന്ന് അറിയത്തില്ല. കുഴപ്പമില്ല. സ്ട്രിപ്പാകുമ്പോൾ ഇവിടെ തന്നെ ഡിഫറൻസ് ബയോംസ് ഉണ്ട്. ഈ മരം എന്താ ഇങ്ങനെ ഇരിക്കണേ? റീസ്പോൺ സെറ്റാക്കണം. നമുക്ക് മഴ പോയിട്ട് കാണാന്ന് വെച്ചാൽ നമുക്ക് മഴ പോയിട്ടുണ്ടെങ്കിൽ മഴ വെട്ടിക്കയറണം. അവിടെ 2 സ്കെൽട്ടൻസ് ഉണ്ട് ഗൂയിസ്. നമ്മൾ തേഞ്ഞ് ഈ 1.5 ഹാർട്ടുള്ളൂ. ഇനിയെങ്കിലും ആ ബെഡിൽ പോയി റീച്ചാണ്. ഓക്കെ, നമ്മൾ ബെഡെടുത്തെത്തി. ഓക്കെ, അവിടുത്തെ ഊട്ടെങ്ങനെ പൊട്ടിയെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ കണ്ടില്ല. അവിടുത്തെ വുഡ് എങ്ങനെ പൊട്ടിയതെന്ന് എനിക്കറിയണം. നമുക്ക് ഇവിടെ ഒരു കൊച്ചു ബേസ്. ഓക്കെ, അവിടെ ഒരു കൊച്ചു ബേസ്. ഒരു 4 ബ്ലോക്ക്. 1 2 3 4. ഓക്കെ, ഇവിടുന്ന് 4 ബ്ലോക്ക് എന്നിട്ട് 1 2 3 4 5 ബ്ലോക്ക് ഇട്ടിട്ട് ഇവിടെ ഒരു 4. 1 2 3 4. ഓക്കെ, 4 ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം സ്ട്രിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതെല്ലാം സ്ട്രിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഗയ്സ്. സ്ട്രിപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 4 ബ്ലോക്ക്. 1 2 3 4.
ഇവിടെ ഒരു 4 ബ്ലോക്ക്. ഓക്കെ, 1 2 3 4. ഓക്കെ, സ്ട്രിപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഒന്ന് ഒട്ടും തികയില്ല, ഇനി ഇതെല്ലാം സ്ട്രിപ്പ് ചെയ്ത് വിടാം. ഇത് സ്ട്രിപ്പ് ആക്കിയിട്ടില്ല. ഓക്കെ, നമ്മൾ ഇവിടുത്തെ കൂടെ ഒരു 4 ഇവിടുത്തെ കൃത്യം ഉണ്ടായിരുന്നു. നമുക്ക് ഇവിടെ കൃത്യം 4 ബ്ലോക്ക് തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. ഇനി ഞാൻ കുറച്ച് ബുറിച്ചൂട്ട് കളക്ട് ചെയ്തിട്ട് കാണാം ഗൈസ്. ഇവിടുത്തെ ബുറിച്ചൂട്ട് കളക്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ ഇനി അപ്ഡേറ്റ്. അപ്പോൾ ഗൈസ്, ഞാൻ 17 ബുറിച്ചിലൊക്കെ ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത്രയും മതിയോന്ന് അറിയത്തില്ല. നമ്മുടെ വീട് പണിക്ക് ഇനിയും വേണമായിരിക്കും, അറിയത്തില്ല. നമുക്ക് നോക്കാം. ഈ ഫുഡ് ഒന്ന് കുക്കാണ് ഗൈസ്. ഫുഡ് കുക്കാണ്. എന്നിട്ട് കുറച്ച് വേണമെങ്കിൽ വെക്കാം. നമുക്ക് വേണ്ടെങ്കിൽ വെക്കാം ഗൈസ്. നമുക്ക് വേണമെങ്കിൽ വെക്കാം, വേണ്ടെങ്കിൽ വെക്കണ്ട. അതേപോലെയാണ് എൻ്റെ അവസ്ഥ. ഓക്കെ, നമുക്ക് ഇതും പൊട്ടിച്ചുകൊണ്ട് നമുക്ക് നേരെ നമുക്ക് ബേസ് പണിൻ്റെ അടുത്തേക്ക് പോകാം. ബേസ് ഗോ 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 പോട്ടെ പോട്ടെ, പോകാം 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 പോകാം. എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബേസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് സക്സസ്ഫുള്ളി. ഇവിടെ ഒരു ഇതൊക്കെ ഉണ്ട്. ഇത്ര മതിയോ എന്ന് അറിഞ്ഞൂടെ ബേസ്. ഇപ്പം നമുക്ക് തെറ്റിയിൽ നോക്കാവുന്ന വെട്ടാം ബേസ്. നല്ല ബ്ലോക്ക് ഞാൻ ഡിസ്റ്റൻസ് ഇട്ടിട്ടുണ്ട്. തെങ്ങൻ ഗുയിസ്. ഓക്കെ, സെറ്റ് 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 സെറ്റ്. ഇനി സ്ട്രിപ്പ് മാത്രം ആക്കിയാൽ മതി. സ്ട്രിപ്പും കൂടെ ആക്കിയാൽ സെറ്റ്. എന്നിട്ട് നമുക്ക് കുറച്ച് കോബിൾ സ്റ്റോൺ, പണ്ടത്തെ പരിപാടി, കോബിൾ സ്റ്റോൺ ഇങ്ങനെ വെക്കുക. 2 ഡോർ വെക്കാം ഗൈസ്. 2 ഡോർ വെക്കാം. ഈ 2 ഡോറിനുള്ള ഇതുണ്ട്. ഓക്കെ, കറക്റ്റായിട്ടാണ് നമ്മൾ പണിതേക്കുന്നത് ഗൈസ്. നോക്കിയിട്ടില്ലല്ലേ? ഓക്കെ, ഇവിടുന്ന് ഈ ബ്ലോക്ക് മൈൻഡ് ചെയ്ത് മാറ്റട്ടെ. നമുക്കിങ്ങനെ വെച്ച് 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 പോവാം. ഓക്കെ, നല്ല ബോറാക്കുന്ന പരിപാടി ഗൈസ്. എന്നിട്ട് തറയും നമുക്ക് സെറ്റാക്കണം. ഒക്കെ നമുക്ക് സെറ്റാകും. ഇപ്പോഴത്തേക്ക് ഇത്രയും മതി. തറയൊക്കെ ഞാൻ ഓഫ് ക്യാമറ ഇരുന്ന് ചെയ്തോളാം ഗൈസ്. അതൊക്കെ ഞാൻ ഓഫ് ക്യാമറ ഇരുന്ന് ചെയ്തോളാം. ഓക്കെ, ഞാൻ എന്ത് കാണിക്കണം? ആക്സൊക്കെ വെച്ച് സ്റ്റോൺ പൊട്ടിക്കണം ഗൈസ്. കീഴിലല്ലേ? കീഴിലെന്ന് പറയാം, കീഴില്. അപ്പം രാത്രി 6 ആയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരു റീസ്പോൺ പോയിന്റ് സെറ്റാക്കിയില്ലെങ്കിൽ മൂഞ്ചിൻ്റെ മൂഞ്ചെന്ന് പറഞ്ഞാൽ അൾട്രാ പോവും മൂഞ്ചിലേക്ക്. നമുക്ക് റീസ്പോൺ പോയിന്റ് ഓക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ എൻ്റെ 2 കല്ല് വന്നു. ഇനി കുറച്ച് സ്റ്റോൺ നമുക്ക് കടന്നിട്ട് പോകും. സ്റ്റോൺ ഇനി പറക്കാൻ പോയാൽ മൂഞ്ചു. അൾട്രാ മൂഞ്ചിലേക്ക് ഗൈസ്, അൾട്രാ മൂഞ്ചൽ. വാ സ്ലീപ്പ് തായോ താമസാണ്. നമുക്ക് ഉറങ്ങട്ടെ. ഉറങ്ങി എണീറ്റിട്ട് നമുക്കിനി ഫുഡില്ല സ്റ്റോൺ കളക്ട് ചെയ്യട്ടെ. ഇത് ഇവിടെ തൊട്ടടുത്ത് കേവ് പോലത്തെ ഒരു ആനമാണ്. ഓക്കെ, ഇത് ആരുടെ മൈൻഡ് ചെയ്തിട്ട് ഇതൊക്കെ മൈൻഡ് ചെയ്തിട്ട് പോലുണ്ട്. മൈൻ ഷാഫ്റ്റ് ആണ്. മൈൻ ഷാഫ്റ്റ് ഉണ്ടെങ്കിൽ കിട്ടില്ലായിരിക്കും ഗൈസ്.
കിഡിലെന്ന് പറയുമ്പോൾ കിടുക്കോസ്കിരിക്കും. അവിടെ ഡയമണ്ടൊക്കെ കാണും ഗൈസ്. കോപ്പർ വെച്ചിട്ടിപ്പം ഇതിപ്പോൾ ഞാൻ 1.19 1.19. കോപ്പർ കൊണ്ട് ഈ അപ്ഡേറ്റിൽ വലിയ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഇപ്പം നോക്കി കോപ്പർ മാത്രമല്ല അയണൊക്കെ താടേ അയണ്ടാ. ഇങ്ങനെ നമ്മുടെ കയ്യിൽ 25 ഉണ്ട്. അതൊക്കെ ധാരാളം. അവിടെ കഴിച്ച് ഇത്ര മതി. ഈ കൊള്ളാം പൈസ ലുക്കൊക്കെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഈ 2 ബ്ലോക്കും കൂടെ. ഓക്കെ, സെറ്റായിട്ടുണ്ട്. ഇനി തറ ഇനി റൂഫ് നമുക്ക് ഇത് പ്ലാങ്ക് വെച്ച് പോകാം. കുറച്ച് പറയുന്നുണ്ടാക്കാലോ. എൻ്റെ കോള് തീർന്ന മൊത്തം തീർന്നെന്നാണ് ഗൈസ്. ഈ കോൾ മൈനിങ് മുങ്ങിയിട്ടുണ്ട് സുഭാഷ്. ഓക്കെ, നമുക്ക് നമ്മുടെ കയ്യിൽ കോളില്ല ഗൈസ്. ഞാൻ കോള് തപ്പാൻ പോകണം. കുറച്ച് കോളുണ്ടാക്കണം എനിക്ക്. ഇടങ്ങേറ് തന്നെ നല്ല ലെങ്ത് ഉണ്ട് ഗൈസ്. ഇപ്പം തന്നെ നല്ല ലെങ്ത് ഉണ്ട് വീഡിയോയ്ക്ക്. ഞാൻ ആട്ടും കൂടെ എടുത്തിട്ടാണെങ്കിൽ ഭയങ്കര പാടായിരിക്കും ഗൈസ്. ഭയങ്കര പാടായിരിക്കും. പാടുന്നേക്കാളെ അൾട്രാ പാടായിരിക്കും. മഴക്കൊക്കെ അല്ല സോംബീസ് പോണത് ഇഷ്ടമല്ല. ഈ മഴ ആയിരിക്കും ഉള്ള സാധനം മൊത്തം ഇങ്ങോട്ട് കിടക്ക് കല്ല് തന്നെ. ഗൈസ് മഴ പോയിട്ട് ഇനി നമുക്ക് സൂപ്പറായിട്ട് അറിയാം. ഈ പൊട്ടന്മാരെ ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് കുറച്ച് ഈ സ്പ്രൂസ് ലോക്ക് നമുക്ക് പ്ലാങ്ക് ആക്കി വേണം. അതിനാണ് നമുക്ക് റൂഫ് സെറ്റാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ സെറ്റാക്കത്തില്ല ഗൈസ്. റൂഫ് ആക്കാൻ ഓക്കെ, ഇനി റൂഫും കൂടെ സെറ്റാക്കിയാൽ മാത്രം മതി. അന്നേരത്തേക്ക് നമ്മുടെ വീഡിയോ അതിൻ്റെ ഒക്കെ നല്ല ലെങ്ത്തുണ്ട് ഗൈസ്. അപ്പം തന്നെ നല്ല ലെങ്ത്തുണ്ട്. ഇനി നമുക്ക് കൂട്ടെല്ലാം ക്രാഫ്റ്റ് ആക്കാം ഗൈസ്. ഓക്കെ, ഓരോന്നായിട്ട് പോട്ടെ. ഓക്കെ, 28 കിട്ടിയിട്ടുണ്ട്. നമുക്ക് ടോട്ടൽ കൂട്ട്. ബ്രൗൺ വൂള് ഞാൻ ഇതായിട്ട് കണ്ടിട്ടില്ല. ബ്രൗൺ വൂള് ഇതിനകത്ത്. അത് നമുക്ക് ഒരു ദിവസം അങ്ങോട്ടേക്ക് പോകാം ഗൈസ്. മുഞ്ചി കൊത്തിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഞാൻ കുറച്ച് കോളും കൂടെ കണ്ടുപിടിക്കണം എനിക്ക്. അത് ഓഫ് ക്യാമറ ചെയ്യാം ഗൈസ്. കോൾ മൈനിങ് ഞാൻ വേഗം പൊട്ടി തരാം ഗൈസ്. ഞാൻ കോൾ മൈൻ ചെയ്തിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. അപ്പോൾ ഗൈസ് ഞാൻ കുറച്ച് കോൾ കളക്ട് ചെയ്തിട്ടുണ്ട്. 12 കോൾ നമ്മൾ ഇപ്പം കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ടോർച്ച് ഉണ്ടാക്കാം. 4 ടോർച്ച് കിട്ടും. അതൊക്കെ ധാരാളം തന്നെ ഗൈസ്. 4 ടോർച്ച്. ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, പിന്നെ ഇവിടെ ഒരെണ്ണം. പിന്നെ നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ നമുക്ക് ഇവിടെ ഇട്ട് വെക്കാം. എന്നിട്ട് ഒരു സ്പ്രൂസിൻ്റെ ഡോറ് വെച്ചാൽ മാറിപ്പോയില്ല. സ്പ്രൂസ് ഡോറ് ഇവിടെ വെക്കുക. ഇപ്പോൾ 2 സെറ്റായിട്ടുണ്ട്. ഇനി ഒരു ജസ്റ്റ് ബിൽഡാക്കണം. ഓക്കെ, 2 ജസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 ജസ്റ്റ് ഇവിടെയും വെച്ചിട്ട് അതിനകത്തുള്ള എല്ലാ സാധനങ്ങളും ഇതിനകത്തേക്ക് എടുത്ത് വെച്ച് വെക്കുക. അപ്പം അങ്ങനത്തെ ചെറിയൊരു പീസ് വീഡിയോ ആയിരുന്നു. കൊള്ളായിരിക്കും ഗൈസ്. കൊള്ളായിരുന്നു തോന്നുന്നു. എനിക്ക് അറിഞ്ഞുകൂടാ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പ്രാവശ്യം നമ്മൾ ഡിസ്പ്ലേ സീരീസിൻ്റെ 3 ആയിട്ട് വരുന്നതായിരിക്കും.
എല്ലാവർക്കും ബൈ.